നിങ്ങളുടെ കുട്ടികളുടെ സംസാരത്തിലുള്ള വ്യക്തതക്കുറവിനെ എങ്ങനെ തിരിച്ചറിയാം? 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ശബ്ദങ്ങളും പഠിക്കുന്നു. 3-5 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ 80% വ്യക്തത അവർ കൈവരിക്കുന്നു. എങ്ങനെയാണ് ഒരു ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുക? ഒരു ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തൊണ്ടയിൽ നിന്നുള്ള സ്വരത്തെ വായിലേക്ക് വരികയും അവ വായിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് അഥവാ വായിലുള്ള അവയവങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിലുള്ള ചലനത്തിലും അവരുടെ പ്ലേസ്മെന്റിലും ഉച്ചാരണ ശുദ്ധിയുള്ള അക്ഷരങ്ങളായും വാക്കുകളായും പുറത്തേക്ക് വരുന്നു. എന്നാൽ ജനിതകമായ പ്രശ്നങ്ങൾ, അതായത് മുറിച്ചുണ്ട്, മുറിയണ്ണാക്ക്, അതുപോലെ മറ്റു പ്രശ്നങ്ങളായ നാവിലുള്ള കെട്ട്, തടിച്ച നാക്ക്, എണ്ണത്തിലധികമായ പല്ലുകൾ, താടിയുടെ ചലനത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ കാരണം ഉണ്ടാവുന്ന തകരാറുകളും നമ്മുടെ സംസാരത്തിലെ വ്യക്തതയെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ഇവ ഷ, സ, റ എന്നീ ശബ്ദങ്ങളിലായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ ഈ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അത് പ്രായത്തിൻ്റെതായിട്ടുള്ള കൊഞ്ചലാണ് എന്ന് കരുതി വളരെ ലാഘവത്തോടെ അത് വിട്ടുകളയും. എന്നാൽ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വരികയും അത് വീട്ടുകാർക്ക് മാത്രം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മാത്രം മനസ്സിലാവുകയും ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നു. ഇത്രയും നേരത്തെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തതക്കുറവ് തിരിച്ചറിയുകയും സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യുക.